ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം. ശ്രോതാക്കൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചിന്തിച്ചത് പുതിയ നിയമത്തിൽ യേശു കർത്താവ് കൽപ്പിച്ച 10 കൽപ്പനകൾ എന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു. അത് രണ്ടായി തിരിച്ച് നമ്മൾ പഠിച്ചു. ആദ്യത്തെ 4 ദൈവസംബന്ധമായും ബാക്കി 6 മാനുഷിക ബന്ധത്തിലുള്ള കൽപ്പനകളായിട്ടും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തല്ലോ. നമുക്ക് തുടർന്ന് യേശുക്രിസ്തു ആരെന്നുള്ള ചിന്തയും നമ്മൾ പഠിക്കുകയുണ്ടായി. യേശുക്രിസ്തു തന്നെ പറ്റി പറയുന്ന കാര്യങ്ങൾ, യേശുക്രിസ്തുവിനെ പറ്റി ദൈവം ദൂതന്മാരുടെയും മറ്റു നിലവാരത്തിലൊക്കെ പറഞ്ഞ സംഭവങ്ങൾ, യേശുക്രിസ്തുവിനെ പറ്റി തിരുവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മറ്റഭിപ്രായങ്ങൾ, ഇങ്ങനെ യേശുക്രിസ്തുവിനെ പറ്റി തിരുവചനം പഠിപ്പിക്കുന്ന ക്വാളിഫിക്കേഷൻസ് പല നിലവാരത്തിൽ നമ്മൾ ചിന്തിക്കാനിടയായി. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം ഈ ഭൂമിയിലേക്ക് വന്ന് തന്നെത്താൻ ബലിയായി സമർപ്പിച്ച ആ മഹാസംഭവത്തിന് എന്ത് ലക്ഷ്യം വെച്ചായിരുന്നു എന്നതിനെപ്പറ്റി തിരുവചന വെളിച്ചത്തിൽ ഗൗരവമായൊരു പഠനം ആവശ്യമാണ് എന്ന് തോന്നുന്നു. ഇന്നതെല്ലാം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട നിലയിൽ പഠിപ്പിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തിരുവചന വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമുക്ക് ആ തിരുവചന ഭാഗങ്ങളിലൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നു, ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ പ്രധാന ലക്ഷ്യം മാനവകുലത്തെ പാപത്തിൽ രക്ഷിച്ച് നിത്യതയ്ക്ക് ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് പരമവും പ്രധാനവും ഏകവുമായ ലക്ഷ്യം. മറ്റത് കഴിഞ്ഞ ബൈ പ്രോഡക്ട്സ് മാത്രമാണ്. വളരെ കൃത്യമായി തിരുവചനം പറയും. നമുക്ക് തിമോത്തിയോസിന്റെ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഇവിടെ നോക്കൂ, പാപികളെ രക്ഷിപ്പാൻ യേശു ക്രിസ്തു വന്നു എന്നാണ് അവിടെ പറയുന്നത്. മറ്റു പർപ്പസൊന്നും അവിടെ വിശദീകരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് വളരെ സ്പഷ്ടമായും കൃത്യമായും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. ചുരുക്കി പറഞ്ഞാൽ മാനവകുലത്തിൽ ദൈവവുമായ സമ്പർക്കം നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തെ മുക്തമായി രക്ഷിച്ച് നിത്യതയ്ക്ക് ഒരുക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് എന്നത് തിരുവചനം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കും. നമുക്കറിയാം, അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കർത്താവിനെ പറ്റി ആ വിഷയം പറയുന്നതിൽ കർത്താവ് തന്നെ പറയുന്നൊരു വാക്യമുണ്ടല്ലോ, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു. അങ്ങനെ മാനസാന്തരത്തെ പറ്റിയുള്ള വാക്യം നമ്മളിവിടെ കൃത്യമായിട്ട് കാണുകയാണ്. പിന്നെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലും നമ്മൾ ഇതന്നെ കാണുന്നുണ്ട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. ലൂക്കോസ് 13-ന്റെ 13-ാം വാക്യത്തിൽ ലൂക്കോസ് 13-ാം അധ്യായത്തിൽ നമ്മൾ ചില വാക്യം വരുന്ന ഈ കാണുന്നുണ്ട്. അതായത് 13-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ അല്ലല്ല മനസ്സാന്തരപ്പെടാൻ നിങ്ങളെല്ലാം അങ്ങനെ നശിച്ചു പോകും എന്ന് പറയുന്നു. ഒരു തിരുവചന ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മാനസാന്തരപ്പെടുവിൻ എന്ന യേശുവിൻ്റെ സുവിശേഷം പ്രത്യേകമായും ശ്രദ്ധിക്കുക മക്കളെ. നമുക്കറിയാം, അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ പത്രോസ് അപ്പസ്തോലൻ ആത്മനിറവ് പ്രാപിച്ച് അവിടെ എഴുന്നേറ്റ് പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്നൊരു ഭാഗം നമുക്ക് തിരുവചനത്തിലൂടെ ഒന്ന് ഒഴിച്ചു നോക്കാം. നമ്മുടെ പ്രധാന ചിന്താവിഷയം അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ 37 മുതൽ ചില താഴോട്ടുള്ള വാക്യങ്ങളായിരിക്കും. അതിനധികരിച്ചായിരിക്കും തുടർന്നുള്ള നമ്മുടെ ചിന്തകൾ എന്ന് കർത്താവ് വിശകലനപ്പെടുന്നു. അവിടെ നമുക്കറിയാമല്ലോ 37-ാമത്തെ വാക്യത്തിൽ
ഈ പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് ജനം ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന് പത്രോസ് ഉത്തരം പറയുന്നത് ശ്രദ്ധിക്കൂ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാമല്ലോ 12 അപ്പസ്തലന്മാരും കൂടിയുള്ള ഒരു വേദിയാണ്. അവിടെ നിന്നുകൊണ്ട് പത്രോസ് അപ്പസ്തോലൻ വിളിച്ചു പറയുന്ന തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അപ്പോൾ ഓരോരുത്തൻ മാനസാന്തരപ്പെടണമെന്ന ശക്തമായ സന്ദേശം പത്രോസ് അപ്പസ്തോലനിൽ നമുക്ക് കാണാൻ കഴിയും. മാനസാന്തരം നമ്മൾ ഇതിന് മുന്നിൽ ചിന്തിച്ച വിഷയം അതാണല്ലോ. യേശുക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാനസാന്തരം. ഒന്നാമത്തെ വിഷയം ഇവിടെ മാനസാന്തരമാണ്. പത്രോസ് അപ്പസ്തോലൻ വളരെ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പോൾ ഒന്നാമത്തെ വിഷയം മാനസാന്തരം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് വിശേഷ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം സഭകളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിലാണ് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. അതിങ്ങനെയാണല്ലോ വായിക്കുന്നത്: യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്തു. ഈ വാക്യം വെച്ചാണ് മിക്കവാറും പ്രൊട്ടസ്റ്റന്റ് സഭകളിലൊക്കെ ജനത്തെ പഠിപ്പിക്കുകയും രക്ഷിക്കപ്പെടാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും വലിയ കൺവെൻഷനുകളൊക്കെ കൺവെൻഷൻ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഈ തിരുവചനം കേട്ട് രക്ഷിക്കപ്പെടാൻ താല്പര്യമുള്ളവർ കൈ ഉയർത്തുക എന്ന് പറയുമ്പോൾ കുറേ പേര് കൈ ഉയർത്തും. നിങ്ങൾ മുന്നോട്ട് വരും, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറയും. അവർ മുന്നോട്ട് വരും, ഈ വാക്യം പറഞ്ഞു കൊടുക്കും, അവരെ ഏറ്റുചൊല്ലും. എന്നിട്ട് അവരോട് വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. ഈ വിവരദോഷം തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിന് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. ആ റോമലേഖനം തന്നെ 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു വാക്യം കാണാം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ കർത്താവിനെ രക്ഷിക്കണമെന്ന് വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടുകയില്ലയോ? ഈ 13-ാം വാക്യം വെച്ച് സത്യത്തിൽ ഇങ്ങനെ ചില വചനങ്ങൾ അവിടെ ഇവിടെ എടുത്ത് പറഞ്ഞിട്ട് മനുഷ്യനെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന വ്യാജോപദേഷ്ടാക്കൾ കൊണ്ട് ഇന്ന് ക്രൈസ്തവ ലോകം നിറഞ്ഞിരിക്കുകയാണ്. കഷ്ടമെന്നല്ലാതെ എന്തു പറയേണ്ടു? എൻ്റെ കർത്താവായ യേശുക്രിസ്തു പോലും പറഞ്ഞിരിക്കുന്ന വാക്യം അതുമായിട്ടൊരു ബന്ധവുമില്ല. കർത്താവ് പറഞ്ഞ വാക്യം എൻ്റെ ഓർമ്മയിൽ വരുന്ന ഇതാണ്: മർക്കോസ് 16:16. അത് പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. അല്ലാതെ കർത്താവിനെ വിളിക്കുകയോ കർത്താവിനെ രക്ഷകനെന്ന് ഏറ്റുപറയുകയോ ചെയ്താൽ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന ആ അബദ്ധം കർത്താവ് പറഞ്ഞിട്ടില്ല, കർത്താവിനെ പറയത്തുമില്ല. കാരണം അത് വചനവുമായി ബന്ധമുള്ള വിഷയമേ അല്ല. ആരെങ്കിലും കർത്താവിന്റെ രക്ഷകനായി ഏറ്റുപറഞ്ഞു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് എന്ത് വിവരക്കേടാ? നമുക്കറിയാം, ഈ ഭൂമിയിലുള്ള സകല ഒട്ടുമുക്കാലും മനുഷ്യരും യേശുക്രിസ്തുവിനെ പറ്റി അറിയാത്തവരല്ല. കാരണം ലോക ചരിത്രം പോലും നമുക്കറിയാമല്ലോ. യേശുക്രിസ്തുവിന് മുൻപും പിൻപുമായി തിരിച്ചിരിക്കുക, BC എന്നും AD എന്നും. ഇന്നത്തെ തീയതി പോലും യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് യേശുക്രിസ്തുവിനെ പറ്റി കേൾക്കാത്തവരോ അറിയാത്തവരായ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് തീർത്ത് പറയുന്നില്ല, ചിലപ്പോൾ കണ്ടേക്കാം. ആദിവാസികളിലോ അല്ലെ യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത ആളുകൾ കണ്ടേക്കാം. എങ്കിലും നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടുമുക്കാലും ആളുകളും യേശുക്രിസ്തുവിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ചില ധാരണകൾ മനസ്സിലുണ്ട് താനും. എന്നാൽ അത്തരം ധാരണകളോ അറിവുകളോ അല്ല വിഷയം. യേശുക്രിസ്തുവിനെ പറ്റി കഴിഞ്ഞ പഠനത്തിൽ നമ്മൾ ചിന്തിച്ചു. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദൈവം പറഞ്ഞതും യേശുക്രിസ്തു തന്നെ പറ്റി പറഞ്ഞതും മറ്റുള്ളവർ പറഞ്ഞതുമായ
ഒത്തിരി ക്വാളിഫിക്കേഷൻസ് വചനത്തിലൂടെ നമുക്ക് കാണാനും കേൾക്കാനും പഠിക്കാനും ഒക്കെ കഴിയും. പക്ഷെ അതല്ല വിഷയം. യേശുക്രിസ്തുവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുകയും ആ ബന്ധത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാന വിഷയം. അത് എങ്ങനെ സാധിക്കുമെന്നാണ് ചിന്തിക്കേണ്ടത്. അത് ഇപ്പോഴിവിടെ നമ്മൾ പറഞ്ഞില്ലേ, പത്രോസ് പുസ്തകം കൃത്യമായിട്ട് പറയുകയാണ്, മാനസാന്തരപ്പെടുക. യേശുക്രിസ്തു സുവിശേഷം പറഞ്ഞത് മുഴുവൻ മാനസാന്തരപ്പെടുവാൻ. നമ്മൾ ആദ്യം ആമുഖമായി കേട്ടല്ലോ, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ 17-ാം വാക്യം, മർക്കോസ് 1:15, ലൂക്കോസ് 13:3 തുടങ്ങിയ വാക്യങ്ങളിലൊക്കെ. അപ്പം മാനസാന്തരമാണ് ഒന്നാമത് വേണ്ടത്. ഞാൻ സുവിശേഷം ആരോടെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് അതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഞാൻ അവരോട് പറയുന്ന പ്രധാന വിഷയം, നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായ മുറിയുണ്ടെങ്കിൽ ആ മുറിയിൽ വൈകിട്ട് ചെന്ന് ഒറ്റയ്ക്കിരുന്ന് കതകടച്ച് ആരും കാണാതെ കർത്താവുമായി പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ പരിമിതിയല്ല. അപ്പം മറ്റേ വീട്ടിൽ അതിനങ്ങനെ സൗകര്യങ്ങളില്ലെങ്കിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് എഴുന്നേറ്റിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങൾ ഇന്നുവരെയും വാക്കിനാലോ ക്രിയയാലോ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഓർത്ത് അനുദപിക്കുകയും സങ്കടപ്പെടുകയും നിലവിളിക്കുകയും ചെയ്യുക. ഇന്ന തെറ്റുകൾ എനിക്ക് പറ്റി, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് അവയെ ക്ഷമിക്കും. അപ്പോൾ തന്നെ വളരെ ഗൗരവമായ ചില ചിന്തകൾ കൂടി ആ കൂട്ടത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും വഴക്കുകൂടി അരിശപ്പെട്ട് കയ്പും ഈർഷ്യയൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി നിങ്ങൾക്ക് ഓർമ്മ വന്നാൽ, കർത്താവേ ആ മനുഷ്യനോടുള്ള എൻ്റെ അനിഷ്ടം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കാതെ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം കൂടി എടുക്കണം. എത്രയും വേഗം ആ മനുഷ്യനുമായി കണ്ടുമുട്ടി തെറ്റുകൾക്ക് മാപ്പി ചോദിച്ച് ക്രമീകരണം വരുത്തി ഹൃദയപൂർവ്വം മനുഷ്യനെ സ്നേഹിപ്പാൻ ശ്രമിക്കുമെന്നുള്ള ഒരു തീരുമാനം കർത്താവിനോട് പറയുകയും കൂടി വേണം. അല്ലാതെ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എന്നാലുമായിട്ട് വഴക്കുകൂടി അതിനോട് കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ ക്രമീകരണം കൂടി വരുത്തേണ്ടതുണ്ട്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ വ്യക്തി ഒരു 5 വർഷം മുൻപ് ഒരാളോട് 10,000 രൂപ വായ്പ വാങ്ങിയിരുന്നു എന്ന് ഓർക്കൂ. അത് സങ്കല്പിക്കുക. ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടുമില്ല. കുറേ നാൾക്ക് അദ്ദേഹം വായ്പ കൊടുത്തയാള് അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്തെങ്കിലും പിന്നീട് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം മിണ്ടാതെയായി എന്നും സങ്കല്പിക്കുക. ഈ വിഷയം ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ ഓർമ്മ വന്നാൽ ചെയ്യേണ്ടത് കർത്താവിനോട്, കർത്താവെ എനിക്ക് ഇന്ന് തെറ്റ് പറ്റിയല്ലോ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എത്രയും വേഗം ആ വ്യക്തിയുമായി പോയി ആ കടബാധ്യതയുടെ വിഷയം ക്രമീകരിച്ചു കൊള്ളാം എന്നുകൂടി കർത്താവിനോട് ഏറ്റു പറയണം. അല്ലാതെ കർത്താവെ ഞാൻ കടം മേടിച്ചത് കൊടുക്കാതെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ പൊരുൾ. അപ്പം എത്രയും വേഗം താൻ ആരോട് കടം മേടിച്ചു ആ മനുഷ്യൻ്റെ അടുക്കൽ പോയി ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട് സോറി പറഞ്ഞ് എത്രയും വേഗം ഞാൻ ആ പണം താങ്കൾക്ക് മടക്കിത്തരാമെന്നും ഒന്നിച്ചു തരാൻ എനിക്ക് പറ്റില്ലെങ്കിൽ തവണകളായെങ്കിലും ഞാൻ തന്നു തീർത്തുകൊള്ളാമെന്നും സ്നേഹത്തിൽ പറഞ്ഞ് നെയ്പ്പെട്ട് ക്രമീകരണം വരുത്തിയാൽ മാത്രമേ ആ വിഷയത്തിലൊരു മോചനമാവുകയുള്ളൂ. അല്ലാതെ തെറ്റിയതേച്ചും അയ്യോ കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ മാത്രം പോരാ. ക്രമീകരണങ്ങൾ ചെയ്യേണ്ട ഭാഗത്ത് ക്രമീകരണങ്ങൾ ചെയ്യണം എന്നുകൂടി ഞാൻ ഈ മാനസാന്തരപ്പെടുന്ന വ്യക്തികളോട് പറയാറുണ്ട്. അങ്ങനെ ഓർമ്മ വെച്ച നാൾ മുതൽ അന്ന് വരെ ഈ ഏറ്റുപറയുന്ന ദിവസം വരെ ചെയ്ത എല്ലാ പാപങ്ങളും ഓർക്കുന്നത് മാത്രം, ഓർക്കാത്തതിപ്പം ഒന്നും ചെയ്യാൻ പറ്റുകയല്ലോ. അവയെ ഓർത്ത് അനുദരിച്ച് നിലവിളിച്ച് സങ്കടപ്പെട്ട് കർത്താവിനോട് ഏറ്റുപറഞ്ഞ്, കർത്താവെ അങ്ങ് ക്രൂശിൽ മരിച്ച് ആ ശരീരത്തിൽ ദണ്ഡനമേറ്റത്, മുഖത്ത് തുപ്പലേറ്റത്, തിരുശിരസിൽ മുൾക്കിരീടം ചൂടിയതൊക്കെ എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവെ എൻ്റെ എല്ലാ പാപങ്ങളും, ഇന്ന് വരെ ഞാൻ ചെയ്ത എല്ലാ അകൃത്യങ്ങളും, എല്ലാ പാപങ്ങളും, എല്ലാ തെറ്റുകളും, കുറ്റങ്ങളും എന്നോട് ക്ഷമിച്ച് എന്നെ വിശുദ്ധീകരിക്കണം, എന്നെ നീതീകരിക്കണമേ എന്ന് ഹൃദയപൂർവ്വം നിലവിളിച്ച് സങ്കടപ്പെട്ട് കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ, അതെ, സ്വർഗസ്വനായ നമ്മുടെ ദൈവം
തൻ്റെ പുത്രനെ എന്നേക്കുമുള്ള ഏകബലിയായി അർപ്പിക്കാൻ മനസ്സ് കാണിച്ച ദൈവം നമ്മുടെ സർവ്വപാപങ്ങളും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ നീതീകരിക്കുമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആ നീതീകരണവും ശുദ്ധീകരണവും ലഭിക്കാനാണ് പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ, ഏകജാതനെ ഈ ഭൂമിയിലേക്ക് ക്രൂശിൽ ബലിയായി അർപ്പിക്കാൻ ഇടയാക്കിയത്. നമുക്കറിയാം, പഴയ കാലത്ത് മൃഗങ്ങളെ യാഗമർപ്പിച്ച് പ്രായശ്ചിത്തം ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ മൃഗങ്ങൾക്ക് പകരം എന്നേക്കുമുള്ള ഏകബലി, പാവമില്ലാത്തവൻ പാവമറിയാത്ത യേശു കർത്താവ് ചെയ്ത് മാനവകുലത്തെ രക്ഷിച്ചിരിക്കുന്ന മഹാസംഭവം, അത് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രമീകരണം വരുത്തുകയും ചെയ്യുമ്പോൾ ഇതാ ഒരു വലിയ സംഭവം നടക്കുക, നമുക്ക് നീതീകരിക്കുകയാണ്. ഇവിടെ നമ്മൾ സ്വൽപ്പത്തിൽ പത്രോസ് പറഞ്ഞ ആ വാക്യം വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പോൾ ആദ്യമായി നമ്മൾ ഈ മാനസാന്തരം, അതായത് മാനസാന്തരപ്പെട്ട് നമ്മുടെ കുറവുകളെല്ലാം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ക്രമീകരണം വരുത്തിയതിന് മേലിൽ ഇത്തരം പാപം ആവർത്തിക്കില്ല എന്ന് കർത്താവിനോട് സന്ധി ചെയ്ത് ഒരു പുതിയ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ നാം ചെയ്യേണ്ടത് സ്നാനപ്പെടുക എന്നത്. ആ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവിനെന്ന് അപ്പസ്തോലൻ പറഞ്ഞത് നമുക്ക് അവഗണിക്കാൻ പറ്റുന്ന വാക്കല്ല, വളരെ ഗൗരവമായി കാണേണ്ട വാക്കാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തു പോലും മർക്കോസ് 16:16 പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. വിശ്വസിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം കൂടി ഇറക്കണം. എന്തിനാണ് സ്നാനം എന്ന് തിരുവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിനോട് ചേരുവാനാണ്, കർത്താവിനെ ധരിക്കുവാനാണ്. പഴയ മനുഷ്യൻ മരിച്ച് അവൻ വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ പഴയ മനുഷ്യനെ സംസ്കരിക്കുകയും വെള്ളത്തിൽ പൊങ്ങി വരുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഒരു പുതിയ മനുഷ്യനായി വരികയും ചെയ്യുന്നു എന്ന പ്രതീകാത്മകമായ സംഭവത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 28 അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ 19 വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ടല്ലോ, എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. അവിടെ കർത്താവായ യേശു ക്രിസ്തു 11 ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്യമില്ലേ, നമ്മൾ പറയുന്നില്ലേ, യേശു വരെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. സ്നാനം കഴിപ്പിക്കുക മാത്രം പോരാ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ ഈ സ്നാനപ്പെടുക എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട് പാവങ്ങളേറ്റു പറഞ്ഞ് നിലവിളിച്ച ശേഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് കഴിഞ്ഞ ശേഷം കർത്താവ് ഉപദേശിച്ച ഉപദേശങ്ങളെ ജനത്തെ പഠിപ്പിച്ച് അതനുസരിച്ച് ജീവിപ്പാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നുകൂടി അസന്നിഗ്ധമായി കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. ഇവിടെ ആ പദം ശ്രദ്ധിക്കുക. അതിൻ്റെ അവസാന വാക്യത്തിൽ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇപ്പൊ യേശു കർത്താവ് വന്നത് നമ്മളെ ശിഷ്യരാക്കാനാണ്. ആ പദം ശ്രദ്ധിക്കൂ. യേശു നമ്മുടെ ഗുരുവാണ്, നാഥനാണ്, നായകനാണ്, കർത്താവാണ്, സകലതുമാണ്. എന്നാൽ നമ്മളോ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ അവൻ വലിയൊരു മാതൃക വെച്ചു പോയിരിക്കും. കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റി മാതൃകയുള്ള ജീവിതം നയിക്കാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായത്തിലെ അതിൻ്റെ 31 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോ ആ വചനം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു, ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അതൊക്കെ ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യരാകുക. പക്ഷേ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുക?
നമ്മൾ വീണ്ടും ജനിച്ചു. കർത്താവ് പറഞ്ഞ വാക്യം എല്ലാവർക്കും അറിയാമല്ലോ, സുപരിചിതമാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 3ഉം 5ഉം വാക്യങ്ങൾ. അത് സത്യമായി യോസി ബൈബിൾ പറഞ്ഞെങ്കിൽ സത്യമായി ഞാൻ നിങ്ങൾ പറയില്ല, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യം കാണുകയില്ല. വെള്ളത്താലും ആത്മാവിലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ലെന്ന് സത്യം ചെയ്ത് യേശു പറഞ്ഞിരിക്കുക. അപ്പൊ വീണ്ടും ജനിക്കുക എന്ന പ്രക്രിയയാണ് നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ നടക്കുന്നത്. അതേ സംശയമുള്ളവർ ഞാനൊരു നല്ല തെളിവ് പറയാം. കർത്താവായ യേശു ക്രിസ്തു പാപമില്ലാത്തവനായിരുന്നിട്ടും പരിശുദ്ധാത്മാവിന് ഉൾപ്പെടമായി ഭൂമിയിൽ ജനിച്ചു വന്ന ആ കർത്താവ് സ്നാപയോഹന്നാന്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റ് കരയ്ക്ക് കയറിയപ്പോൾ നമുക്കറിയാമല്ലോ, സ്വർഗം ഒരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. പ്രാവുന്ന പോലെ പരിശുദ്ധ ദേഹരൂപത്തിൽ ഇറങ്ങി കർത്താവിൽ വസിച്ചു എന്നും വായിക്കും. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ദൈവമക്കളെ. യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നിട്ട് സ്നാനപ്പെട്ടപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ശബ്ദം കേട്ടു. ഇതുപോലെ നമ്മളും എക്സ് എന്നൊരു വ്യക്തി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകം തുറക്കുകയും അവിടെ എക്സ് എൻ്റെ മകൻ എന്ന ദൈവം പേരെഴുതുകയും ചെയ്യുന്നൊരു അനുഭവം ഉണ്ടാവും. അതാണ് വീണ്ടും ജനനം. അവിടെ കൃത്യമായിട്ട് 10 ദിവസം പറയുന്നുണ്ടല്ലോ, വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. അതായത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചു. അതാണ് യേശു ക്രിസ്തു വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രാവുന്ന പോലെ പരിശുദ്ധാത്മ ഇറങ്ങി വന്നിട്ട് ദേഹത്തിൽ വസിക്കുകയും ശരീരത്തിൽ വസിക്കുകയും ചെയ്തു. എന്നതുപോലെ നാം സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പാപം ചെയ്ത് മലിനപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ അകത്തെ മനുഷ്യനെ ഉണർത്തി പരിശുദ്ധാത്മ ജീവൻ നൽകി പരിശുദ്ധാത്മാവ് അകത്ത മനുഷ്യനോടുകൂടെ വസിക്കുന്ന ഒരനുഭവം. അതാണ് വീണ്ടും ജനനം എന്നാണ് തിരുവചനത്തിലൂടെ എനിക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞത്. അതുകൊണ്ട് ദൈവജനമേ, വീണ്ടും ജനനം എന്ന വിഷയം ഗൗരവമായി കണ്ട് തിരുവചന വെളിച്ചത്തിൽ എന്താണ്, എങ്ങനെയാണെന്ന് പഠിക്കുക. വീണ്ടും ജനിച്ചുകൊണ്ട് മാത്രമായില്ല, ജനിച്ചതേ ഉള്ളൂ. പിന്നെയാണ് കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ ഉപദേശിച്ച കൽപ്പനകളൊക്കെ അവരെ പഠിപ്പിച്ച് എൻ്റെ ശിക്ഷരാക്കിക്കൊള്ളുകയും എന്ന് കർത്താവ്. അപ്പൊ പിന്നെ പയ്യെ നമ്മൾ വളരാൻ തുടങ്ങുകയെ. ബാക്കി ഭാഗം നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത സെഷനിൽ അടുത്ത ദിവസം ശ്രദ്ധിക്കാം, പഠിക്കാം, കേൾക്കാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.